വാർത്തകൾ വിശദമായി. ബംഗളൂരു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരണമോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത് കർണാടക സർക്കാരിന് വിട്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം. രാവിലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഡ്രഡ്ജർ എത്തിക്കാതെ ഇനി ദൗത്യം തുടരാനാവില്ല. ഡ്രഡ്ജറിന്റെ ചെലവ് എങ്ങനെ വഹിക്കും എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചെലവ് കണക്കുകൾ വ്യക്തമാക്കി കർണാടക പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കത്ത് നൽകാൻ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ തീരുമാനിച്ചത്. 1 കോടി രൂപയ്ക്കടുത്താണ് ഡ്രഡ്ജർ എത്തിക്കാനുള്ള ചെലവായി കണക്കാക്കുന്നത്. ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ഇന്നലെ താൽക്കാലികമായി നിർത്തിയിരുന്നു. പുഴയിലെ മണ്ണും മരകഷ്ണങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാതെ ലോറി കണ്ടെത്താനാകില്ലെന്നാണ് ഈശ്വർ മൽപെ ഉൾപ്പെടെ അറിയിച്ചത്. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം അംഗീകരിക്കുന്നതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. 22-ന് തിരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുമെന്ന ഉറപ്പ് കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. 21-ന് വൈകിട്ടോടെ ഷിരൂരിൽ എത്താമെന്ന് മഞ്ചേശ്വരം MLA അഷ്റഫ് പറഞ്ഞു. ഡ്രഡ്ജർ എത്താൻ ഇനി 5 ദിവസം എടുക്കുമെന്നാണ് ഇന്നലെ കാർവാർ MLA സതീഷ് സെയിൽ വ്യക്തമാക്കിയത്. വൃഷ്ടി പ്രദേശത്തിലെ മഴ കാരണം ഗംഗാവലി പുഴയിൽ ഒഴുക്ക് വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ പുഴയിലെ വെള്ളം കലങ്ങിയ നിലയിലുമായി. ഇതോടെ പുഴയ്ക്കടിയിൽ കാഴ്ചയില്ലാത്തതിനാൽ മുങ്ങിയുള്ള തെരച്ചിൽ ബുദ്ധിമുട്ടാണെന്ന് ഈശ്വർ മൽപയും വ്യക്തമാക്കിയിരുന്നു. ഷിരൂരിൽ ഇന്നലെ രാത്രിയും കനത്ത മഴ പെയ്തു. ജൂലൈ മാസം 16-ാം തീയതിയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചതിനെ തുടർന്ന് അർജുൻ സഞ്ചരിച്ച ലോറിയും കാണാതായത്.